ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കാലഘട്ടത്തിൽ ഭൂരിഭാഗം ആളുകളും ജിമ്മിൽ പോകുന്നവർ ആയിരിക്കുമല്ലോ. ഇത്തരം ജിമ്മിൽ പോകുന്ന ആളുകൾ സാധാരണയായി കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒന്നാണ് ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ്. ഞാൻ ഒരു ഫിറ്റ്നസ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട ആളായതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ എന്നോട് ചോദിക്കുന്ന ചോദ്യവും ക്രിയാറ്റിനെ പറ്റിയാണ്. ക്രിയാറ്റിനെ പറ്റി പല ആളുകൾക്കും പല രീതിയിലുള്ള സംശയങ്ങളാണ് ഉള്ളത്. ചിലർ ചോദിക്കുന്നു ക്രിയാറ്റിൻ ഒരു അനബോളിക് സ്റ്റിറോയിഡ് ആണോ? മറ്റു ചിലർ ചോദിക്കുന്നു ക്രിയാറ്റിൻ കഴിച്ചാൽ കിഡ്നി അടിച്ചു പോകുമോ? സ്ത്രീകൾക്ക് ഇത് ഉപയോഗിക്കാമോ? ക്രിയാറ്റിൻ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? നിങ്ങളുടെ മനസ്സിലും ഇത്തരം സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ സിൽജു മുഹമ്മദ്. ഐ എം എ ഫിറ്റ്നസ് ട്രെയിനർ ആൻഡ് എ കൈറോപ്രാക്ടർ. ക്രിയാറ്റിൻ എന്നത് ഒരു ഡയറ്ററി സപ്ലിമെൻ്റ് ആണ്. നമുക്കറിയാം, പ്രോട്ടീൻ പൗഡർ എന്ന പോലെ തന്നെ വെള്ളത്തിലോ അല്ലെങ്കിൽ ജ്യൂസിലോ മിക്സ് ചെയ്ത് കഴിക്കാവുന്ന പൗഡർ ഫോമിലുള്ള ഒരു സപ്ലിമെൻ്റ് ആണ് ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ്. പിന്നെ എന്തുകൊണ്ടാണ് ക്രിയാറ്റിൻ ഇത്ര പോപ്പുലർ ആയത് എന്ന് ചോദിച്ചാൽ, ബോഡിയുടെ മസിൽ മാസ് വർദ്ധിപ്പിക്കുവാൻ ഇത് വളരെയധികം നമ്മെ സഹായിക്കുന്നു. പണ്ട് കാലങ്ങളിൽ അത്ലറ്റ്സ് ആയിരുന്നു ഇത് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ പിൽക്കാലങ്ങളിൽ റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യുന്നവർ, അതായത് വെയ്റ്റ് ലിഫ്റ്റിംഗ് ട്രെയിനിങ് ചെയ്യുന്നവർ അവരുടെ വർക്കൗട്ട് ലോഡ് കൂട്ടുന്നതിനും പെർഫോമൻസ് കൂട്ടുന്നതിനും സ്ട്രെങ്ത്തും സ്റ്റാമിനയും ഇംപ്രൂവ് ചെയ്യുന്നതിനും ക്രിയാറ്റിൻ ഉപയോഗിക്കുന്നുണ്ട്. സാധാരണ നിലയിൽ 10 റിപ്പീറ്റേഷൻ ചെയ്യുന്ന ഒരാൾ ക്രിയാറ്റിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അയാളുടെ റിപ്പീറ്റേഷൻ ലെവൽ 15 മുതൽ 20 വരെ ഉയർത്തുവാൻ സാധിക്കും. അതുപോലെ തന്നെ 1 മണിക്കൂർ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾ അയാളുടെ ടൈം ഡ്യൂറേഷൻ ഒരു 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ ഉയർത്തുവാനും ഇതുകൊണ്ട് സാധിക്കുന്നു. ആദ്യമായി ക്രിയാറ്റിൻ ഉപയോഗിക്കുന്ന ആളുകൾക്ക് പൊതുവെ ഉള്ള ഒരു സംശയമാണ്, ഒരു ദിവസം എത്രത്തോളം ക്രിയാറ്റിൻ ഉപയോഗിക്കണം? ക്രിയാറ്റിൻ അതിൻ്റെ റെക്കമെൻഡഡ് ഡോസ് എന്ന് പറയുന്നത് 3 ഗ്രാം ടു 5 ഗ്രാം പെർ ഡേ. ഒരു ദിവസം 3 ഗ്രാം മുതൽ 5 ഗ്രാം വരെ ഉപയോഗിക്കുകയാണെങ്കിൽ റിലേറ്റീവ്ലി വളരെ സേഫാണ്. കൃത്യമായ റെക്കമെൻഡഡ് ഡോസ് എന്ന് പറയുന്നത് 0.1 ഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയ്റ്റ് പെർ ഡേ. അതായത് 50 കിലോഗ്രാം ബോഡി വെയ്റ്റ് ഉള്ള ഒരു വ്യക്തിക്ക് ഒരു ദിവസം 5 ഗ്രാം വരെ ക്രിയാറ്റിൻ കഴിക്കാം. എന്നാൽ ഇതിൻ്റെ ബോട്ടിൽ കൊടുത്തിട്ടുള്ള റെക്കമെൻഡഡ് ഡോസ് അത് വേറെ രീതിയിലാണ്. ആദ്യത്തെ 5 ദിവസം 4 നേരവും പിന്നീടുള്ള ദിവസങ്ങളിൽ 1 നേരവും എന്നാണ്. പക്ഷേ ഇത് ഒരു സാധാരണക്കാർക്കുള്ള ഒരു റെക്കമെൻഡഡ് ഡോസ് അല്ല. ഒരു പ്രൊഫഷണൽ ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന കായിക താരങ്ങൾക്കുള്ള അല്ലെങ്കിൽ പ്രൊഫഷണൽ അത്ലറ്റ്സിനുള്ള ഒരു ഡോസേജാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ നിലയിൽ 3 ഗ്രാം മുതൽ 5 ഗ്രാം വരെ ഒരു ദിവസം ഉപയോഗിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും സേഫ്. കൂടുതൽ ആളുകൾക്കുമുള്ള ഒരു സംശയമാണ് ക്രിയാറ്റിൻ എന്നത് ഒരു ആനബോളിക് സ്റ്റിറോയിഡ് ആണോ എന്നത്. അതിന് ആദ്യം സ്റ്റിറോയിഡ് എന്താണെന്നറിയണം. പുരുഷ സെക്സ് ഹോർമോണായ ടെസ്റ്റോസ്റ്റെറോണിന്റെ ഒരു സിന്തറ്റിക് വെർഷനാണ് ആനബോളിക് സ്റ്റിറോയിഡ്. പ്രൊഫഷണൽ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ ചെയ്യുന്ന കായിക താരങ്ങളും അതിൽ പ്രൊഫഷണൽ അത്ലറ്റ്സ് എല്ലാം ഉത്തേജക മരുന്ന് എന്ന പേരിൽ ഉപയോഗിക്കുന്ന ഇത്തരം ആനബോളിക് സ്റ്റിറോയിഡ്സ് ആണ്. ഇത് ഒരു ഡ്രഗ് വിഭാഗത്തിൽപ്പെട്ട സബ്സ്റ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനോടുകൂടി മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. അല്ലാത്ത പക്ഷം ഇത് ഉപയോഗിക്കുന്നത് ഇല്ലീഗലാണ്. സ്റ്റിറോയിഡ് നമ്മുടെ ശരീരത്തിൽ കടന്നാൽ നേരിട്ട് മസിൽസിൽ എത്തുകയും അവിടെ ഹൈപ്പർ ട്രോഫി സംഭവിക്കുകയും എനർജി പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അതുമൂലം കൂടുതൽ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചെയ്യുന്നതിനും കൂടുതൽ റിപ്പീറ്റേഷൻ ചെയ്യുന്നതിനും സാധിക്കുന്നു. തന്മൂലം നമ്മുടെ മസിൽ സ്ട്രെങ്ത് കൂടുകയും മസിൽ മാസ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇതേ ഒരു പ്രോസസ്സ് തന്നെയാണ് ക്രിയാറ്റിൻ ഉപയോഗിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്. പക്ഷേ ഓർക്കുക, ക്രിയാറ്റിൻ എന്നത് ഒരു ഹോർമോൺ അല്ല, ഇത് ഒരു തരം പ്രോട്ടീനാണ്. ഇത് ഒരു ഡ്രഗ് വിഭാഗത്തിൽപ്പെട്ടതല്ലാത്തതുകൊണ്ട് തന്നെ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലെങ്കിലും നമുക്ക് ഇത് ഉപയോഗിക്കാം. ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ്. പൗഡർ ഫോമിൽ അല്ലാതെ തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിൽ നോൺ വെജായ ബീഫ്, മട്ടൺ, ഫിഷ് എന്നിവ കൂടുതൽ ഉൾപ്പെടുത്തിയാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ക്രിയാറ്റിൻ ലഭിക്കുന്നതാണ്. കിഡ്നിയിലും ലിവറിലുമാണ് ക്രിയാറ്റിൻ സാധാരണയായി ഉണ്ടാകുന്നത്. പക്ഷേ അതിൻ്റെ മെയിൻ പ്രവർത്തനങ്ങൾ നടക്കുന്നതെല്ലാം നമ്മുടെ മസിൽസിലാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ എന്നോട് നേരിട്ടും അല്ലാതെയും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ക്രിയാറ്റിൻ കഴിച്ചാൽ കിഡ്നി അടിച്ചു പോകുമോ എന്നത്. ഇത് ഒരു മിസ് ഇൻഫർമേഷനാണ്. ക്രിയാറ്റിനും തമ്മിൽ പേരിലുള്ള ഒരു സാമ്യമാണ് ഇതിന് കാരണം. ക്രിയാറ്റിനിൻ എന്നത് കിഡ്നിയുടെ മെറ്റബോളിക് പ്രോസസ് മൂലം പുറപ്പെടുന്ന ഒരു ബൈ പ്രോഡക്റ്റാണ്. ക്രിയാറ്റിനും രണ്ടും രണ്ടാണ്. സാധാരണ നമ്മൾ കിഡ്നി ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ കാണുന്ന ക്രിയാറ്റിൻ അളവ് കൂടി ക്രിയാറ്റിൻ്റെ അളവ് കുറഞ്ഞു എന്ന് കാണുന്നത് നമ്മുടെ രക്തത്തിലുള്ള ക്രിയാറ്റിനാണ്. ക്രിയാറ്റിൻ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ രക്തത്തിലെ ക്രിയാറ്റിനിൻ്റെ അളവ് കൂടുന്നതായിട്ട് കാണാം. അതുകൊണ്ട് മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നോൺ വെജിൻ്റെ അളവ് കൂടിയാലും അതുപോലെ തന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞാലും ക്രിയാറ്റിനിൻ്റെ അളവ് കൂടുന്നു. പക്ഷേ ഇത് താൽക്കാലികമായ ഒരു കൂടൽ മാത്രമാണ്. കുറച്ച് കഴിയുമ്പോൾ ഇത് നോർമലാകുന്നു. ക്രിയാറ്റിൻ്റെ കെമിക്കൽ നെയിം മെത്തൈൽ ഗ്വാനിഡിക് അസറ്റിക് ആസിഡ് എന്നാണ്. എന്നാൽ നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യൻ്റാണ്, അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ പേഷ്യൻ്റാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്രോണിക് കിഡ്നി ഡിസീസസ് ഉള്ള ആളാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് ഉപയോഗിക്കാവുള്ളൂ. അല്ലാത്ത പക്ഷം ഇത് ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. സാധാരണ നിലയിൽ ആളുകൾക്കുള്ള സംശയമാണ് സ്ത്രീകൾക്ക് ക്രിയാറ്റിൻ ഉപയോഗിക്കാമോ എന്നത്. തീർച്ചയായും സ്ത്രീകൾക്കും ക്രിയാറ്റിൻ ഉപയോഗിക്കാവുന്നതാണ്.
പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് ആങ്സൈറ്റി, ഡിപ്രഷൻ, മെന്റൽ സ്ട്രെയിൻ, മൂഡ് സ്വിങ്സ് ഇതെല്ലാം കൂടുതലാണ്. സ്ത്രീകളുടെ ഹോർമോണായ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഒരു പരിധിവരെ ബോഡി ബിൽഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് കരുതി ഇതിന് റിസൾട്ട് ഇല്ല എന്നല്ല. സ്ത്രീകളുടെ സ്ട്രെങ്ത്തും സ്റ്റാമിനയും ഇമ്പ്രൂവ് ചെയ്യുന്നതിനും മസിൽ ലോസിങ്ങും തടയുന്നതിനും മേൽ പറഞ്ഞ രീതിയിലുള്ള ഡിപ്രഷൻ പോലത്തെ മെന്റൽ കണ്ടീഷൻസ് പ്രിവെൻറ്റ് ചെയ്യുന്നതിനും ക്രിയാറ്റിൻ വളരെയധികം നമ്മെ സഹായിക്കുമെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ക്രിയാറ്റിൻ സ്ത്രീകൾക്കും വളരെ സേഫായിട്ട് ഉപയോഗിക്കാം. ക്രിയാറ്റിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഏകദേശ രൂപം മനസ്സിലായി എന്ന് കരുതുന്നു. ഇനിയും ഇതുപോലെ ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.